നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 10 മിനിറ്റ് വൈകിട്ടുണ്ട്, പക്ഷെ നാളെ മുതൽ ഉണ്ടാവില്ല. നാളെ കൃത്യം 8 മണിക്ക് തന്നെ തുടങ്ങിയിരിക്കും. അവൻ മുന്നേ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ സാർ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ഹലോ. മുന്നേ ആർ യു റെഡി? റെഡി റെഡി റെഡി. എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാം. കാണാം. ഞാനിതിൽ ആദ്യമായിട്ട് നമ്മൾ ടെൻഡർ അല്ലെങ്കിൽ ഈ ടെൻഡറിങ് എന്ന് പറയുമ്പോൾ ഇതൊരു ഇലക്ട്രോണിക് പ്രക്രിയ ആയി മാറിയ ഗവൺമെൻറ് പർച്ചേസ് മേഖലയിലെ ഒരു ആക്ടിവിറ്റിയാണ്. അങ്ങനെയാണ് അതിനെ പറയുക. അതായത് ടെൻഡർ എന്ന് പറയുന്നത് പുതിയൊരു സംഭവമല്ല, ടെൻഡറിങ് എന്ന് പറയുന്നതും പുതിയൊരു ആക്ടിവിറ്റി അല്ല. എല്ലാ ഗവൺമെൻറ് പർച്ചേസുകളും ടെൻഡർ വഴി തന്നെയാണ് നടത്തിയിരുന്നത്. പിന്നീട് അതിന് ഇലക്ട്രോണിക് ടെൻഡറിങ് എന്നുള്ളൊരു രൂപം വരികയും കുറച്ചുകൂടി പരിഷ്കൃതമായി, അതായത് ടെസ്റ്റ് മോഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് പരിഷ്കൃതമായി കഴിഞ്ഞപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാ ടെൻഡറുകളും ഈ ടെൻഡർ വഴിയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മളുടെ അവസരങ്ങളാണ്. പൊതുവെ നമ്മൾ ടെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് കരാറുകാരും കരാർ അനുബന്ധ പ്രവൃത്തികളുമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കാരണം എന്താണ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിൽ ഏകദേശം 50ഓളം പേര് ഫില്ല് ചെയ്തതിൽ 33% 13 പേരോളം ഇപ്പോൾ ടെൻഡറിങ് ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളാണ്. അവർക്കിതെല്ലാം അത്ര ഇമ്പ്രസീവായിട്ട് തോന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് ഓൾറെഡി അറിയുന്ന പരിപാടികളാണ്. എങ്കിലും ചില പുതിയ അറിവുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇതിൽ നിന്ന് നേടാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ ടെൻഡറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സെഷൻ ഇപ്പോൾ റെക്കോർഡിങ്ങിലാണ്. ഇതിൻ്റെ റെക്കോർഡഡ് സെഷൻ നമ്മൾ പ്രൈവറ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൺസൈസായിട്ട് ഓരോ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നീളുന്ന സെഷനിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ട് ഈ ആഴ്ച കൊണ്ട് നമ്മളുടെ ടെൻഡറിങ്ങിനെ കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കാനും ടെൻഡറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ടെൻഡറിങ് എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ സേവന കേന്ദ്രത്തിന് അക്ഷയയ്ക്ക് അവസരങ്ങളായിത്തീരുന്നത് എന്നുള്ളതുമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിശദീകരിക്കുന്ന ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMD എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന നമ്മൾ ചുരുക്കപ്പേരുകളാണ് കൂടുതൽ അറിയേണ്ടത്. എൻ്റെ EMD റിലീസായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ EMD തന്നെ നമുക്ക് ഉപയോഗിക്കാം, അതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് പൂർണ്ണ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നാണ്. മലയാളത്തിൽ അതിനെ നിരുദ്ധദ്രവ്യം എന്നും പറയുന്നു. അത് നമ്മുടെ എല്ലാ ടെൻഡറിൻ്റെയും ഇൻ്റഗ്രൽ ഭാഗം ആണ്. ഞാൻ ആദ്യം തന്നെ ഇത് പരാമർശിക്കാൻ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ EMD അത് അടയ്ക്കണോ അടയ്ക്കണ്ടേ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ പൊതുവെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ചില ആളുകൾക്ക് EMD കെട്ടിവെക്കാതെ എക്സംഷൻ ഉണ്ടോ മുതലായ കാര്യങ്ങൾ നമ്മളുടെ പലപ്പോഴും ചർച്ചയിൽ വരാറുണ്ട്. EMD അപ്പോൾ EMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിഡർ ഏറ്റെടുക്കുന്ന പ്രവൃത്തി ചെയ്യും എന്നുള്ള രീതിയിൽ സർക്കാരിന് കൊടുക്കുന്ന സാമ്പത്തിക സെക്യൂരിറ്റി അഥവാ സാമ്പത്തിക ഗ്യാരണ്ടി ആണ്. അത് ആ ടെൻഡറിൽ അയാൾക്ക് ആ ടെൻഡർ കിട്ടുകയോ, അതായത് അയാൾ ആ ടെൻഡർ നേടുകയോ അല്ലെങ്കിൽ ആ ടെൻഡറിൽ പങ്കെടുത്തു പക്ഷെ വിജയിച്ചില്ല എങ്കിൽ രണ്ട് കേസിലും അയാളുടെ EMD റീഫണ്ടബിൾ ആണ്. അത് തിരിച്ച് കിട്ടുന്ന ഒരു പൈസയാണ്. അപ്പോൾ നമ്മൾ പങ്കെടുത്തു എന്നിട്ട് അത് കിട്ടിയില്ല എങ്കിൽ അപ്പോൾ തന്നെ ആ ടെൻഡർ പ്രോസസ്സിലെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ തന്നെ അത് അദ്ദേഹത്തിന് തിരിച്ച് കിട്ടാവുന്ന എമൗണ്ടാണ്. ദെൻ നമ്മുടെ സക്സസ്ഫുൾ ബിഡർ ആണെങ്കിൽ അയാൾ നമ്മളുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആ EMD തിരികെ കൊടുക്കുന്നുണ്ട്. ഇനി സാധാരണയായി ഒരു EMD
ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയുടെ മൂല്യത്തിൻ്റെ, നമ്മൾ എസ്റ്റിമേറ്റ് PSC അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വർക്ക് എന്നൊക്കെ പറയും. ആ എമൗണ്ട് ഓഫ് വർക്കിൻ്റെ 2 കോടി വരെയുള്ള വർക്കിന് 2.5% ആണ്, പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ 2.5% EMD ആയിട്ട് സാധാരണ കളക്ട് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ഗവൺമെൻറ് ഉത്തരവ് പരാമർശിച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 2 കോടിയുള്ളൊരു പ്രവൃത്തിയുടെ 2.5% നമ്മൾ EMD ആയി കളക്ട് ചെയ്യുന്നില്ല. അതിന് മാക്സിമം സീലിംഗ് ഉണ്ട്. 50,000 രൂപയാണ് പരമാവധി ഒരു പ്രവൃത്തിക്കായി നിരതദ്രവ്യമായി അല്ലെങ്കിൽ EMD ആയി സമർപ്പിക്കേണ്ടത്. ഇനി 2 കോടിക്ക് മുകളിൽ 5 കോടി വരെ അത് 1 ലക്ഷമായും, 5 കോടി മുതൽ 10 കോടി വരെ 2 ലക്ഷമായും, 10 കോടിയുടെ മുകളിലുള്ള വർക്കിന് 5 ലക്ഷമായും അത് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത്, നമ്മൾ ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ പണച്ചെലവ് 2 കാര്യങ്ങൾക്കാണ്, EMDക്കും ടെൻഡർ ഫീസും. അപ്പോൾ ടെൻഡർ ഫീയും ടെൻഡർ ഫീ എക്സംഷനും, ഈ ടെൻഡർ ഫീ എക്സംഷനിൽ പറഞ്ഞ അതേ ക്ലോസുകൾ തന്നെയാണ് EMD എക്സംഷനും ബാധകമാകുന്നത്. ടെൻഡർ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഡറിൽ പങ്കെടുക്കുന്നതിനായി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഫീസാണ്. അത് എന്താണ്, നോൺ റീഫണ്ടബിൾ ആണ്, അത് തിരിച്ചു കിട്ടില്ല. ആ ടെൻഡർ പ്രക്രിയയിൽ നമ്മൾ പിന്മാറാതെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ടെൻഡറിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ട് യാതൊരു കാരണവശാലും പിന്നീട് നമ്മൾക്ക് ഇത് തിരികെ കിട്ടാൻ നിർവാഹമില്ല എന്നറിയുക. ടെൻഡർ ഫീസ് ഒരിക്കലും തിരികെ കിട്ടുന്നതല്ല. പക്ഷേ ഈ സെവറൽ കാറ്റഗറീസ് ഓഫ് ബിഡേഴ്സ് മേ ബി എലിജിബിൾ ഫോർ എക്സംഷൻസ്. എക്സംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെൻഡർ ഫീസ് പേ ചെയ്യുന്നതിൽ നിന്നും EMD പേ ചെയ്യുന്നതിൽ നിന്നും നമ്മൾക്ക് പല ഗവൺമെൻറ് പല ഇളവുകൾ നൽകിയിട്ടുണ്ട്. അതാർക്കൊക്കെയാണ് ബാധകം? ഒന്ന്, നമുക്കറിയാം MSME രജിസ്ട്രേഷൻ നമ്മളെല്ലാവരും എടുക്കുന്നതാണ്. MSME രജിസ്ട്രേഷനും ഉദ്യോഗ് ആധാർ നമ്പറും ഉള്ള ആളുകൾക്ക് EMD എക്സംഷൻ അവൈൽ ചെയ്യാം. ദെൻ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിൽ ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടി ഉൽപ്പന്നം നിർമ്മിക്കുകയോ പ്രോഡക്റ്റുകൾ നൽകുകയോ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ആ പ്രൊഡക്റ്റ്, ആ ഉൽപ്പന്നം ഉൾപ്പെടുന്ന ടെൻഡറിൽ പങ്കെടുക്കുമ്പോൾ EMD എക്സംഷൻ അവൈൽ ചെയ്യാം. ദെൻ കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ്റെ ഉൽപ്പന്നങ്ങൾ ആണെങ്കിൽ അതിനും EMD എക്സംഷൻ ഉണ്ട്. സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ സിഡ്കോയുടെ രജിസ്റ്റേർഡ് യൂണിറ്റുകൾക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ടെൻഡറിൽ അവർക്ക് EMD എക്സംഷൻ അവൈൽ ചെയ്യാം. ദെൻ KSIDC, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ഇവർക്കെല്ലാം എക്സംഷൻ ഉണ്ട്. ആ എക്സംഷനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്ന ഓർഡറാണ് 2021 സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറാണ്. അതുകൂടാതെ ഈ ടെൻഡറിനെ സംബന്ധിക്കുന്ന ആധികാരികമായ വിവരങ്ങൾ നമ്മൾക്ക് ലഭ്യമാകുന്നത് സ്റ്റോർ പർച്ചേസ് മാനുവൽ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ സ്റ്റോർ പർച്ചേസ് മാനുവൽ എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, EMDയും സെക്യൂരിറ്റിയും MSMEക്ക് എന്താണ്, എക്സംഷൻ ഇല്ല. ഏത് ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സിവിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ടെൻഡറുകൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും സിവിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് ടെൻഡർ ഫീസിലോ EMDയിലോ ഇളവില്ല എന്നുള്ളതാണ്. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഉത്തരവുണ്ട്. നമ്മൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ടെൻഡറുകളിലോ അല്ലെങ്കിൽ ഒരു സേവനം നൽകാനുള്ള ടെൻഡറുകളിലോ പങ്കെടുക്കുമ്പോൾ ആ സേവനം നൽകുന്ന MSMEക്കും മറ്റുള്ളവർക്കുമാണ് നമ്മൾ ഇളവുകൾ നൽകുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഓക്കെ. ദെൻ അടുത്തൊരു ടേം NIT. ഇത് പലപ്പോഴും നമ്മളുടെ സ്റ്റാൻഡേർഡ് ബിഡ് നമ്മൾ ടെൻഡർ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റുകളിൽ ഉൾപ്പെട്ടേക്കാവുന്ന ഒന്നാണ് നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ. അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മളുടെ സാധാരണ ഒരു ബിഡറുടെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ടെൻഡർ നോട്ടീസ്, എനിക്ക് ആ ടെൻഡർ നോട്ടീസ് എടുത്തു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്, അതായത് ആ ടെൻഡറിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ കരാറുകാരായാലും നമ്മളുടെ മറ്റു രീതിയിലുള്ള ടെൻഡറുകളിൽ, സർവീസ് ടെൻഡറുകളിലോ പർച്ചേസ് ടെൻഡറുകളിലോ പങ്കെടുക്കുന്ന ആളുകളായാലും അവർക്ക് വിശദ വിവരങ്ങൾ ലഭ്യമാകാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും ചുരുങ്ങിയ
എന്താ പറയുക, ചെറിയ ഡോക്യുമെൻ്റ് ആണത്. അതിൽ നമ്മൾക്ക് ടെൻഡറിനെ കുറിച്ചുള്ള അത്യാവശ്യം വേണ്ട വിവരങ്ങൾ എല്ലാം ഉൾപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ അഥവാ NIT അഥവാ ടെൻഡർ നോട്ടീസ്. ഇതിന് ഈ NITയിൽ എന്തൊക്കെ ഉണ്ടാവും? ആ വർക്കിനെ അല്ലെങ്കിൽ ആ പ്രൊക്യൂർമെൻറ്റ് ടെൻഡർ എന്ന് പറഞ്ഞാൽ സപ്ലൈ ടെൻഡറിനെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഏകദേശ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഉണ്ടാവും. ബിഡറുടെ എലിജിബിലിറ്റി മാനദണ്ഡങ്ങൾ, അതായത് പങ്കെടുക്കുന്ന ആൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് മുതലായവ എല്ലാം അതിൽ ആ ഡോക്യുമെൻറ്റിൽ വളരെ കൃത്യമായി അടങ്ങിയിട്ടുണ്ടാകും. ടെൻഡർ ഫീസ് മുതലായ പ്രധാനപ്പെട്ട ഡെഡ് ലൈൻ, അതായത് എന്ന് വരെയാണ് സബ്മിഷൻ ഡേറ്റ്, പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന 10 ഇൻഫോർമേഷനുകൾ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു ടെൻഡർ നോട്ടീസിൽ കാണപ്പെടാം. പിന്നെ NIT നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ മിക്കവാറും ന്യൂസ് പേപ്പറുകളിലോ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലോ, അതായത് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിൽ ടെൻഡേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. അവിടെ നമ്മൾ കാണുന്നത് ആ ടെൻഡറിൽ പങ്കെടുക്കാനുള്ള ഡീറ്റെയിൽ അല്ല, ടെൻഡർ നോട്ടീസാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ദെൻ നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ ഈ പ്രൊക്യൂർമെൻറ്റ് പോർട്ടലിൽ നിന്നും, അതായത് നമ്മൾ ടെൻഡർ ചെയ്യുന്ന പോർട്ടലിൽ നിന്നും നമുക്ക് ഈ NIT ഡൗൺലോഡ് ചെയ്യാം. ഇനി കേരളാസ് procurement സിസ്റ്റത്തിൽ NIT can be found in e-tender portal and often on individual departmental websites like PWA, KWA, അതായത് PWD, കേരള വാട്ടർ അതോറിറ്റി, KCB, LSTD മുതലായ സൈറ്റുകളിലും കാണാം. ദെൻ അടുത്തത് BOQ. ഇത് നമ്മൾ ടെൻഡർ ചെയ്യുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാചകമാണ്. അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്നാണ്. നമ്മളുടെ സാധാരണ ഭാഷയിൽ അത് ഇപ്പോഴും അറിയപ്പെടുന്നത് ടെൻഡർ ഷെഡ്യൂൾ എന്നാണ്. അതായത് ടെൻഡറിൽ പങ്കെടുത്ത് പരിചയമുള്ള ആളുകളും അല്ലെങ്കിൽ ഓഫീസുകളിലും കോമൺ ആയിട്ട് ഇപ്പോൾ BOQ എന്നുകൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണരൂപം ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്നും ടെൻഡർ ഷെഡ്യൂൾ എന്നാണ് അതറിയപ്പെടുന്നത്. നമ്മളുടെ ഒരു ടെൻഡറിങ്ങിൽ അല്ലെങ്കിൽ ടെൻഡർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഒരു BOQ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് സാധാരണയായി അത് എക്സൽ ഫോർമാറ്റിലായിരിക്കും ഇലക്ട്രോണിക് ടെൻഡറിങ്ങിൽ BOQ നൽകപ്പെടുന്നത്. അത് ബിഡേഴ്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ റേറ്റുകൾ, അവർ നിശ്ചയിച്ചിട്ടുള്ള ഓരോ ഇനങ്ങൾക്കും അവർ നിശ്ചയിച്ചിട്ടുള്ള റേറ്റുകൾ രേഖപ്പെടുത്തി അത് തിരികെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കരാറുകാരനോ അല്ലെങ്കിൽ ഒരു ബിഡർക്കോ വേറെ ഏതെങ്കിലും പർച്ചേസ് ടെൻഡറിനോ വേണ്ടി BOQ രേഖപ്പെടുത്തുമ്പോൾ അതിൽ പിശകുകൾ വരാതെ വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ടതും ആ BOQ കൃത്യമായി തന്നെ സേവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതും തെറ്റുകളില്ലാതെ ആ BOQ അപ്ലോഡ് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഇനി BOQവിൻ്റെ തരങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ വേഗമായിട്ട് പരാമർശിച്ചു പോകുന്നുള്ളൂ. അതായത് പെർസെൻറ്റേജ് BOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നുമില്ല. നമ്മൾക്കിപ്പോൾ ഒരു ലംസം എമൗണ്ട്, ആ വർക്കിൻ്റെ എമൗണ്ട് 1 ലക്ഷമാണ് എന്ന് വെച്ചാൽ ഈ 1 ലക്ഷത്തിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് അധികമോ എത്ര പെർസെൻറ്റേജ് കുറവിലോ ആണ്, അല്ലെങ്കിൽ ആ നിരക്കിൽ തന്നെയാണോ 0% ആയിട്ടാണോ ടെൻഡർ ചെയ്യാൻ പോകുന്നത് എന്ന് ഒറ്റ കള്ളിയിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള BOQവിനെയാണ് നമ്മൾ പെർസെൻറ്റേജ് BOQ എന്ന് പറയുന്നത്. ടോട്ടൽ എസ്റ്റിമേറ്റ് PAC എന്ന് പറഞ്ഞാൽ പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്റ്റ്, അതായത് കോൺട്രാക്റ്റ് സംഖ്യ അല്ലെങ്കിൽ നമ്മൾ ആ പ്രവൃത്തിയുടെ മൂല്യം എന്നൊക്കെ പറയാം. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നിരക്കിൽ തെല്ലുന്ന ടെൻഡറുകളെയാണ് നമ്മൾ പെർസെൻറ്റേജ് ടെൻഡറുകൾ എന്ന് പറയുക. ഏറ്റവും കോമൺ ആയിട്ടുള്ള BOQ രീതി ഐറ്റം റേറ്റ് രീതിയാണ്. ഐറ്റം റേറ്റ് എന്നാൽ നമ്മളിപ്പോൾ 10 ഇനങ്ങൾ ഉണ്ടെങ്കിൽ ആ 10 ഇനങ്ങൾക്കും പ്രത്യേകമായി റേറ്റ് രേഖപ്പെടുത്തി 10 ഇനങ്ങൾക്കും പ്രത്യേകമായി റേറ്റുകൾ രേഖപ്പെടുത്തി ടോട്ടൽ കണ്ടെത്തി അത് ടോട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെത്തും. നമ്മൾ ഈ റേറ്റുകൾ മാത്രമേ എൻ്റർ ചെയ്താൽ മതി. അത് അങ്ങനെയുള്ള ടെൻഡറുകളെയാണ് നമ്മൾ ഐറ്റം റേറ്റ് ടെൻഡർ എന്ന് പറയുക. ഈ ഐറ്റം റേറ്റ് ടെൻഡറിൽ ഒരു ഇനം മാത്രമായിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഐറ്റം റേറ്റ് ടെൻഡറിൽ
ആ ഇനങ്ങൾ മൊത്തം 10 ഇനങ്ങളുണ്ടെങ്കിൽ ഈ 10 ഇനങ്ങൾക്കും അയാൾ നിരക്കുകൾ രേഖപ്പെടുത്തുകയും ഇഷ്ടമുള്ള നിരക്കുകൾ രേഖപ്പെടുത്തുകയും ആ ടെൻഡറിൻ്റെ ആകെ തുക അടങ്കൽ തുകയുടെ അടങ്കൽ തുകയായിട്ട് ബന്ധമില്ല. അടങ്കൽ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് പറയുക, എസ്റ്റിമേറ്റ് PSC. ഈ അടങ്കൽ ആ പ്രവൃത്തി ആകെ ചെയ്യാൻ അയാൾ ബാധ്യസ്ഥനായിട്ടുള്ള രീതിയിലുള്ള ഒരു BOQ ഷെഡ്യൂളാണ് ഐറ്റം റേറ്റ്. അതേസമയം ഐറ്റം വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പർച്ചേസ് രീതിയാണ്. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. ഐറ്റം വൈസ് ടെൻഡറിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക്, ഉദാഹരണത്തിന് നമ്മൾ ഒരു കോളേജിൽ സ്പോർട്സ് ഉപകരണങ്ങളും ലബോറട്ടറി കെമിക്കൽസിനും ഒരുമിച്ച് ഒരു ഫണ്ട് വന്നു. ആ ഫണ്ടിന് ഒരുമിച്ച് തന്നെയാണ് അവർ ടെൻഡർ ചെയ്യുന്നത്. പക്ഷേ സ്പോർട്സ് ഐറ്റംസ് വിൽക്കുന്ന കടകൾക്ക് ലബോറട്ടറി കെമിക്കൽസ് ഉണ്ടാകില്ല. ഇനി ആ ലബോറട്ടറി കെമിക്കൽസ് വിൽക്കുന്ന കടയ്ക്ക് സ്പോർട്സ് ഐറ്റംസ് ഉണ്ടാകില്ല. അല്ലെങ്കിൽ 5 or 6 ഇനങ്ങളിൽ താല്പര്യമുള്ള ഇനങ്ങൾ മാത്രം കോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻഡറിനെയാണ് ഐറ്റം വൈസ് ടെൻഡർ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഐറ്റം വൈസ് ടെൻഡേഴ്സ് വളരെ കുറച്ച്, വളരെ ചെറിയ ശതമാനമേ ഐറ്റം വൈസ് ടെൻഡേഴ്സ് ഉണ്ടാകാറുള്ളൂ എന്നും അറിയിക്കുന്നു. അടുത്തെന്താണ്, നമ്മളൊരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്. ഇപ്പോൾ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ടെൻഡർ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. DSR 2021 1/4/2021 മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. എന്നാൽ നമ്മളുടെ ഇലക്ട്രോണിക് എസ്റ്റിമേഷൻ സംവിധാനമായ പ്രൈസ് അല്ലെങ്കിൽ കോൺട്രാക്ടർമാർക്ക് അവരുടെ വർക്കുകൾ അവാർഡ് ചെയ്യാൻ പ്രൈസിൻ്റെ ഭാഗമായിട്ടുള്ള കോൺട്രാക്ടർ പോർട്ടൽ എന്നിവയിലൊന്നും ഈ മാറ്റങ്ങൾ ഇതുവരെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, വന്നിട്ടില്ല. അപ്പോൾ എന്താണ് ഈ DSR അല്ലെങ്കിൽ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്നുള്ളത് വളരെ വിശദമായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ടെൻഡറുകളുടെ നിരക്കുകൾ നിശ്ചയിക്കുന്നത്. ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 3000 ഇനങ്ങൾ അടങ്ങിയ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് നിരക്കുകൾ. ഡൽഹി ഷെഡ്യൂളിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നിരക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഫോർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ലേബർ, വർക്ക് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഡൽഹി. അതായത് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളുടെയും വിവിധ തരം ലേബറുകൾ, അതായത് കൂലികളുടെയും വിവിധ തരം പ്രവൃത്തികളുടെയും നമ്മളിപ്പോൾ മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള പ്രവൃത്തികളുടെയും ഡൽഹി റീജിയണിലെ, അതായത് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയണിലെ നിരക്കിനെയാണ് നമ്മൾ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. ഡൽഹി ഷെഡ്യൂൾ റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, എല്ലാ കൺസ്ട്രക്ഷൻ ഐറ്റത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഐറ്റം മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് നിരക്കുകളായിട്ട് നമ്മൾ ആധാരമാക്കുന്നത് ഡൽഹി ഷെഡ്യൂൾ റേറ്റിനെയാണ്. ദെൻ ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് എസ്റ്റിമേറ്റ്സ് ഫോർ ഗവൺമെൻറ് പ്രൊജക്ട്സ്, എൻഷുവേഴ്സ്. അത് അങ്ങനെ ഡൽഹി ഷെഡ്യൂൾ റേറ്റ് മാനദണ്ഡമായിട്ട് എടുക്കുന്നത് കൊണ്ട് എന്താണ്, നിരക്കുകളുടെ കാര്യത്തിൽ ഒരു യൂണിഫോമിറ്റിയും ഏകതയും ഏത് ഓഫീസിൽ നിന്ന് ടെൻഡർ ചെയ്താലും ഡൽഹി ഷെഡ്യൂൾ റേറ്റിനെ ആധാരമാക്കിയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആ നിരക്കുകൾക്ക് ഒരു യൂണിഫോമിറ്റിയും ഏകതയും ട്രാൻസ്പെറൻസിയും കൈവരുന്നു എന്നുള്ളതാണ് ഈ ഡൽഹി ഷെഡ്യൂൾ റേറ്റ് അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ 2021 ഡൽഹി ഷെഡ്യൂൾ റേറ്റ് 2021 പുറത്തിറങ്ങിയ ഡൽഹി ഷെഡ്യൂൾ റേറ്റ് ആണ് 1/4, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 1/4/2025 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. ഇനി നമ്മളിവിടെ ഞാനൊന്ന് എന്താ പറയുക, ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കത് വായിക്കാം. ഞാനിവിടെ അങ്ങോട്ട് അധികം വിശദീകരിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ DSR ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ബേസിക് DSRൻ്റെ സ്ട്രക്ചർ ആൻഡ് കമ്പോണൻസ് ആണ്. ഇവിടെ ഒരു ബേസിക് റേറ്റ് ഉണ്ടാവും. അതിലെന്തുണ്ടാവും, മെറ്റീരിയൽ, ലേബർ ആൻഡ് സ്റ്റാൻഡേർഡ് എല്ലാത്തിൻ്റെയും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടാവും. ദെൻ നമ്മൾ അതിൻ്റെ ഒരു അനാലിസിസ് ഓഫ് റേറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 രീതിയിൽ ചെയ്യാം. മാനുവലായിട്ട്, അതായത് ഒരു കുഴി കുഴിക്കുക, നമ്മൾ കാന കുഴിക്കുക എന്നുള്ള, കാനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തറയ്ക്ക് വേണ്ടി അസ്ഥിവാരം കോരൽ, അതിനെയാണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. എക്സ്കവേഷൻ ബൈ മാനുവൽ മീൻസ് ആൻഡ് ബൈ മെഷീനറി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 m³
കൈകൊണ്ട് അല്ലെങ്കിൽ 2 ലേബറേഴ്സ് നിന്ന് കുഴിക്കുന്നതാവുമ്പോൾ എന്താണ്, അവിടെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അതായത് കോമ്പോസിറ്റ് റേറ്റ് എങ്ങനെയാണ് അറൈവ് ചെയ്യുന്നത് ഉണ്ടാവും. അതായത് 2 പേരിൽ ഒരാൾ കുഴിക്കുന്നു, മറ്റാൾ ആ കുഴിച്ച മണ്ണ് ആ സ്ഥലത്ത് നിന്ന് 10 മീറ്ററോ 50 മീറ്ററോ അകലെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് അവർ എത്ര സമയമെടുക്കുന്നു, ഒരു m³ മണ്ണ് കുഴിക്കാൻ മണ്ണ് കുഴിച്ച് ആ പറയുന്ന രീതിയിൽ നിക്ഷേപിക്കാൻ എത്ര സമയം എടുക്കുന്നു, അതിനനുസരിച്ച് അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള കൂലി മാനദണ്ഡമാക്കി ഒരു റേറ്റ് ഉണ്ടാക്കുക. ഇനി കോംപ്ലിക്കേറ്റഡ് മെഷീനറീസ് ഉണ്ടെങ്കിൽ ആ മെഷീനറീസ് എത്ര സമയം പ്രവർത്തിക്കണം, അതിന് വരുന്ന ചിലവുകൾ എത്രയാണ്, അതിന് വരുന്ന ഫ്യൂവൽ കോസ്റ്റ് എത്രയാണ്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതാണ് ഈ ഡൽഹി അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ പറയുന്നത് ഒരു റേറ്റിൻ്റെ അനാലിസിസ്. ദെൻ അതുകൂടാതെ അത് ആക്ച്വലാണ്. അതിൻ്റെ കൂടാതെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഓവർഹെഡ് ചാർജുകളും പ്രോഫിറ്റും കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് എടുക്കുന്ന ആളുടെ പ്രോഫിറ്റ് എന്നുള്ള ഘടകങ്ങളും കൂടി ചില സ്റ്റാൻഡേർഡ് പേഴ്സൻറ്റേജുകളായിട്ട് ബേസിക് കോസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റും ആ ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഘടകങ്ങളും അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു എസ്റ്റിമേറ്റിലെ ഇനത്തിൻ്റെ നിരക്കുകൾ നമുക്ക് തന്നെ കണ്ടുപിടിച്ച് നമ്മുടെ ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വേറൊരു മാനദണ്ഡമാണ് നമ്മൾ ഡൽഹിയിലത്തെ നിരക്കിന് ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല, ശരി അല്ലേ? അപ്പോൾ ആ ഡൽഹിയിലത്തെ നിരക്കിനെ നമ്മളുടെ നാട്ടിലുള്ള നിരക്കിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, നമ്മളതിനെ ഒരു കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഡിസ്ട്രിക്ട് ഓർ റീജിയൻ സ്പെസിഫിക് കോസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയ്ക്കും, കേരളത്തിൽ ഓരോ ജില്ലയ്ക്കും ഒരു കോസ്റ്റ് ഇൻഡെക്സ് ഉണ്ട്. അതുകൂടാതെ ചില പ്രത്യേക പ്രദേശങ്ങൾ, ഹിൽ ഏരിയാസ് അല്ലെങ്കിൽ നമ്മൾക്ക് ട്രാൻസ്പോർട്ടിങ് മുതലായ കാര്യങ്ങൾക്ക് അധിക ചെലവ് വരുന്ന സ്ഥലങ്ങളിൽ ചില പ്രത്യേക കോസ്റ്റ് ഇൻഡെക്സ് കാണുന്നുണ്ട്. അത് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഈ പറയുന്ന സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റും പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റും അതിലെല്ലാം അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഈ ഓരോ പ്രദേശത്തെയും കോസ്റ്റ് ഇൻഡെക്സ് തീരുമാനിക്കുന്നത്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എസ്റ്റിമേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ടെൻഡർ വിളിക്കുന്ന ആൾക്കാർ നമ്മളവരെ പറയുന്നത് TIA എന്നാണ് ചുരുക്കപ്പേര് പറയുന്നത്, ടെൻഡർ ഇൻവൈറ്റിംഗ് അതോറിറ്റി. അവരെങ്ങനെയാണ് ഈ റേറ്റിലേക്ക് എത്തുന്നത്, ഐഡൻറ്റിഫൈയിങ് ദ കറക്റ്റ് DSR ഐറ്റം ഏതാണ് എന്ന് അയാൾ കണ്ടുപിടിക്കും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ഏതാണ് അത്, ക്യൂബിക് മീറ്റർ ആണോ സ്ക്വയർ മീറ്റർ ആണോ മുതലായ കാര്യങ്ങൾ തീരുമാനിക്കും. കാൽക്കുലേറ്റിംഗ് ദ ബേസിക് മെറ്റീരിയൽ ക്വാണ്ടിറ്റി, ഓരോ ഇനത്തിനും വേണ്ട മെറ്റീരിയലുകളുടെ ക്വാണ്ടിറ്റി അളക്കുന്നു. ഉദാഹരണത്തിന് ഇതിന് ഒരു കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബാഗ് ഒരു നിശ്ചിത ബാഗ്, ഒരു ക്യൂബിക് മീറ്ററിന് ഇത്ര ബാഗ് സിമൻറ്റ് വേണ്ടി വരും, ഇത്ര ബാഗ് മണൽ വേണ്ടി വരും, ഇത്ര ക്യൂബിക് മീറ്റർ മെറ്റൽ വേണ്ടി വരും മുതലായവ നമ്മൾ തീരുമാനിക്കുന്നു. അതിനുശേഷം ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് ആ പ്രവൃത്തിയായില്ല, മെറ്റീരിയൽസ് വേണം. ഈ മെറ്റീരിയൽസ് ആ പറയുന്ന അനുപാതത്തിൽ ചേർക്കാനും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും നമ്മൾക്ക് മെഷീനറിയോ ലേബറോ വേണം. അപ്പോൾ അപ്ലൈയിങ് ലേബർ റേറ്റ്, മെയ്സൺ, ഹെൽപ്പർ എക്സെട്ര, അവർ എത്ര സമയം പണിയെടുക്കണം ആ പറയുന്ന പ്രവൃത്തി കഴിയാൻ എന്നുള്ളത് സ്റ്റാൻഡേർഡ് വേജ് റേറ്റ് വെച്ചിങ്ങേറ്റ് അപ്ലൈ ചെയ്യുന്നു. ദെൻ എക്യുപ്മെൻറ്റ് കോസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ലീഡ് ആൻഡ് ലിഫ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ സ്ഥലത്തെത്താനുള്ള ചാർജിനെയാണ് നമ്മളെന്ത് പറയുക, ലീഡ് എന്ന് പറയുക. നമ്മൾ ഇപ്പോൾ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗ് പണിയാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ നിലയിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ തലച്ചുമടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ചോ ഒക്കെ അതിനെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നു. അതിനെ പൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്തെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തിക്കേണ്ടി വരും. അതിനെല്ലാം അഡീഷണൽ കോസ്റ്റ് ആ ഒരു എസ്റ്റിമേറ്റിലുണ്ടാവും. ദെൻ അപ്ലൈയിങ് ഓവർഹെഡ്സ് ആൻഡ് കോൺട്രാക്ടർ പ്രോഫിറ്റ്. സാധാരണയായിട്ട് ഒരു ഓവർഹെഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്യുപ്മെൻറ്റ് കോസ്റ്റിൻ്റെ ഓവറോൾ 15% അതിൽ ആഡ് ചെയ്യാറുണ്ട്. അതുകൂടാതെ കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റായിട്ട് 10% നമ്മൾ ആഡ് ചെയ്യും. ഇനി അതിന് ശേഷമാണ് എന്ത് പറയുന്നത്, നമ്മുടെ കോസ്റ്റ് ഇൻഡെക്സ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു കോൺക്രീറ്റ്, അതായത് 1:2:4 എന്ന അനുപാതത്തിൽ സിമൻറ്റ്, സാൻഡ്, മെറ്റൽ
ഇത് മൂന്നും 1:2:4 എന്ന അനുപാതത്തിൽ ചെയ്യേണ്ടതിൻ്റെ ഒരു സാമ്പിൾ എസ്റ്റിമേറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ആ തിരുവനന്തപുരം ജില്ലയുടെ കോസ്റ്റ് ഇൻഡെക്സ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് അതിന് വരുന്ന വാല്യൂ, ഇത് നമ്മൾ എക്സാക്റ്റ് ഒന്നല്ല, 350 രൂപ പെർ ബാഗാണ് 50 കിലോൻ്റെ ബാഗിന് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിന് 6.8 ബാഗ് വേണ്ടി വരും സാൻഡിന്. ഇതിനെല്ലാം ഇക്വേഷൻ ഉണ്ട്. നമ്മൾ അത്രയും എൻജിനീയറിംഗ് ടെക്നിക്കലി നമ്മൾ പോകണ്ട, നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് അറൈവ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു റേറ്റ് പഠിച്ചു, DSR, ഡൽഹി ഷെഡ്യൂൾ റേറ്റ്. ഈ ഡൽഹി ഷെഡ്യൂൾ റേറ്റ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ബിൽഡിങ്ങുകളുടെ നിർമ്മാണ പ്രവൃത്തികളോ മെയിൻ്റനൻസ് പ്രവൃത്തികളോ ഏതുമാകട്ടെ, ആ ടെൻഡറുകളിലെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുക, അല്ലെങ്കിൽ ഒരു എക്സംഷനും ഇല്ലാതെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനും എക്സംഷൻ ഇല്ലാതെ നമ്മൾക്ക് ബിൽഡിംഗ് നിർമ്മാണ പ്രവൃത്തികൾക്ക്, കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾക്ക് എല്ലാ ഐറ്റംസും DSRനെ ബേസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അടുത്തെന്താണ്? മോർത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? മോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, അതായത് നമ്മളുടെ സംസ്ഥാനത്തെ പ്രധാന റോഡുകൾ, 7 മീറ്ററിലധികമുള്ള റോഡുകൾ, അതെല്ലാം രണ്ടോ മൂന്നോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്? പരിപാലിക്കുന്നത്. ഒന്ന് നമുക്കറിയാം, നാഷണൽ ഹൈവേസ് എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും വിങ്ങുകൾ, നാഷണൽ ഹൈവേ NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന NHAIയും നാഷണൽ PWDയുടെ നാഷണൽ ഹൈവേസ് NH വിങ്ങും ആണ് ആ പരിപാലന ചുമതല ഏറ്റിരിക്കുന്നത്. ഇതുകൂടാതെ മേജർ ഡിസ്ട്രിക്ട് റോഡുകൾ MDR എന്നറിയപ്പെടുന്നതും സ്റ്റേറ്റ് ഹൈവേകൾ SH എന്നറിയപ്പെടുന്ന റോഡുകളും PWD ആണ് പരിപാലിക്കുന്നത്. ഈ PWDയിൽ മാത്രം ബാധകമായിട്ടുള്ള, PWDയുടെ റോഡ് പരിപാലനത്തിനും റോഡ് നിർമ്മാണത്തിനും ബാധകമായിട്ടുള്ള റേറ്റുകളാണ് മോർത്ത് റേറ്റുകൾ. അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിശ്ചയിച്ചിട്ടുള്ള ഷെഡ്യൂൾ റേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് PWDയിലെയും ബാക്കി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും അധികവും ഭൂരിഭാഗം റോഡ് വർക്കുകളും നടക്കുന്നത്. അടുത്തെന്താണ്? നമ്മളിപ്പോൾ മോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് തയ്യാറാക്കിയ വർക്കുകളാണ്. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് നമുക്കറിയാം, ഗ്രാമീണ റോഡുകൾ നമ്മൾ പറയുന്ന 3 മീറ്ററും അതിൽ താഴെയുമുള്ള നടപ്പാതകളും ബാക്കിയുള്ളതും നമ്മളുടെ പ്രാദേശിക വികസനത്തിന്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഒരു ചെറിയ, നമ്മൾ ഒരു 10 ആൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് നമ്മൾ പറയുന്ന അവിടെ നമുക്ക് 7 മീറ്റർ നീളമുള്ള ആ സ്പെസിഫിക്കേഷനുള്ള റോഡ് നിർമ്മിക്കാൻ പറ്റില്ല. എങ്കിൽ കൂടി അവർക്ക് എന്ത് വേണം? ചെറിയൊരു നടപ്പാതയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു റോഡോ, ഗതാഗത സൗകര്യം, അവരുടെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ അത് സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ളതുമായ നിരക്കുകളാണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ നിരക്കുകൾ. അതായത് നമ്മളുടെ ത്രിതല പഞ്ചായത്തുകളിലും റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ റോഡുകളിൽ മാത്രം, അതായത് ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിനും അതിൻ്റെ പരിപാലനത്തിനുമായി ആവിഷ്കരിച്ചിട്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് PMGSY മുതലായ പദ്ധതികളിലെല്ലാം മോർഡ് നിരക്കുകളാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ എന്ത് വരികയാണ്? എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ആൾക്കാരല്ല, നമ്മളുടെ എന്താ പറയുക, ടെൻഡർ ചെയ്യുന്ന ഒരു SBD അല്ലേ, സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ആ സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻ്റ് നമ്മൾ 2012 വർഷത്തിൽ PWD മാനുവൽ റിവൈസ് ചെയ്തിരുന്നു. ആ റിവിഷനു ശേഷം, അതായത് അതിനു മുമ്പും എന്തുണ്ടായിരുന്നു? PWDക്ക് നിയമങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും അന്നും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു സമഗ്രമായ പരിഷ്കരണവും ഒരു മാനുവൽ രൂപത്തിൽ, PWD മാനുവൽ 2012 സമഗ്രമായ പരിഷ്കരണങ്ങളും നവനിർമ്മാണ രീതികളും അതിൻ്റെയൊക്കെ ഡിഫറൻസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പണ്ട് പണിയുന്ന സർക്കാർ കെട്ടിടങ്ങളല്ല, നമ്മളിപ്പോൾ എന്താ പറയുക, സർക്കാർ കെട്ടിടങ്ങളുടെ മുഖച്ഛായ തന്നെ മാറിയത് ഏകദേശം ഈ മാനുവലിലെ നിബന്ധനകളും ബാക്കിയുള്ള കാര്യങ്ങളും വന്നതിന് ശേഷമാണ് എന്ന്
എന്ന് പറയുന്ന ഗവൺമെൻറ് അവകാശപ്പെടുന്നുണ്ട്. അത് ഏകദേശം ശരി തന്നെയാണ്. അപ്പോൾ നമ്മൾ 2012 സ്റ്റാൻഡേർഡ് ബിഡ് PWD മാനുവൽ റിവൈസ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സംഗതി ഉൾപ്പെടുത്തി. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യകത? നിർമ്മാണ പ്രവൃത്തികൾക്ക് നിശ്ചിത ഗുണനിലവാരം ഉറപ്പുവരുത്താനും ആ ഗുണനിലവാരം കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഡോക്യുമെൻ്റാണ് സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻറ്റ്. ഇത് നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിക് ടെൻഡറിങ് നിർബന്ധമാക്കിയ പോലെ തന്നെ ഇലക്ട്രോണിക് എസ്റ്റിമേറ്റിങ്ങും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കേരളത്തിലെ എല്ലാ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരേ രൂപത്തിൽ ഒരേ രീതിയിൽ എസ്റ്റിമേറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന പ്രൈസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിൽ നിന്ന് എസ്റ്റിമേറ്റുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ എസ്റ്റിമേറ്റിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ടെൻഡർ നിബന്ധനകൾ അടങ്ങിയ സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻറ്റും അതേപോലെ നമ്മൾ ആദ്യം പരാമർശിച്ച എന്താണ് NIT നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ നോട്ടീസും നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിൽ സാധാരണയായിട്ട് 7 ഭാഗങ്ങളാണ് ഒരു SBDയിലുള്ളത്. എന്തൊക്കെയാണ്? ബിഡർക്കുള്ള ഇൻസ്ട്രക്ഷൻസ്, ദെൻ ജനറൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്, സ്പെഷ്യൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്, കോൺട്രാക്ട് ഡാറ്റ, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്. അങ്ങനെ 105 മുതൽ 110 പേജ് വരെ ആയിരിക്കും അതിൻ്റെ കണ്ടൻറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളറിയേണ്ടതുമായ വിവരങ്ങൾ അതെല്ലാം ഉള്ളത് എന്താണ്? നമ്മൾ എംഫസൈസ് കൊടുക്കേണ്ടത് ഈ 110 പേജ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ട്. അതിൽ എന്താണ് പറയുക, അതിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു കരാറുകാരന് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമമായി നമ്മൾ റെഫർ ചെയ്യേണ്ടത് അതിന് എന്താണ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻ്റാണ് റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ അതും എന്താ പറയുക, നമ്മൾ പറഞ്ഞു BOQ എന്ന് പറയുന്നതിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാൽ മതി. BOQ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാൽ മതി. അതേപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ കൂടെ സോറി ഒരു ഇൻട്രപ്ഷൻ ഉണ്ടോ, ഒരു മിനിറ്റ്. ഈ പറയുന്ന ടെൻഡർ പ്രോസസ്സിൽ വരുന്ന എന്തെങ്കിലും നിയമവശങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളിലോ സംശയം വന്നാലോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളുടെ SBDയിലുള്ളത്. ഈ SBDയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അത് ഒരു ടോപ്പിക്കായിട്ട് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ NIT നമ്മളവിടെ പറഞ്ഞു അല്ലേ, നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ. അതും ചില ഓഫീസുകൾ എന്ത് ചെയ്യും? NIT മറ്റു ഡോക്യുമെൻറ്റുകളുടെ കൂടെ മാൻഡേറ്ററി ടെൻഡർ ഡോക്യുമെൻറ്റുകളുടെ കൂടെ എന്താണ് അപ്ലോഡ് ചെയ്യാൻ പറയും. അടുത്തെന്താണ്? നമ്മളുടെ മേജർ റെഫറൻസസ്, നമ്മൾ റെഫർ ചെയ്യേണ്ട കാര്യങ്ങൾ, സെൻട്രൽ PWD അല്ലെങ്കിൽ മോർ സ്പെസിഫിക്കേഷൻ. ഇത് കൂടാതെ നമ്മൾ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ IS കോഡ്സ്, നമ്മൾ ഫർദർ റെഫറൻസിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. റെലവൻറ്റ് സെക്ഷൻസ് ഓഫ് നാഷണൽ ബിൽഡിംഗ് കോഡ്, PWD മാനുവൽ, PWD ക്വാളിറ്റി കൺട്രോൾ മാനുവൽ, PWD ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറി മാനുവൽ, സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മാനുവൽ എന്നീ നമ്മൾക്ക് ഒരു ടെൻഡറിനെ കുറിച്ചോ ബാക്കി ഏതെങ്കിലും ഒരു പ്രൊസീജിയറിനെ കുറിച്ചോ സംശയങ്ങൾ വന്നാൽ ഈ പറയുന്ന റെഫറൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആധികാരികമായി എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഏറ്റവും എളുപ്പം കാണുന്ന ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സംശയം വന്നു അല്ലെങ്കിൽ അത് ഒരു പ്രൊസീജിയറിനെ കുറിച്ച് സംശയം വന്നു, ഉടൻ നമ്മളെന്താണ് ചെയ്യുക? ഒരാളെ ഫോണിൽ വിളിച്ചു, ആളൊരു കാര്യം പറഞ്ഞു കൊടുത്തു. സാധാരണയായി അതിങ്ങനെയാണ് ചെയ്യുന്നത്. അതൊരിക്കലും നിയമമാകണമെന്നില്ല, അതൊരു കീഴ്വഴക്കമായിരിക്കും. സാധാരണയായി അങ്ങനെയാണ് ചെയ്യാറ്. സാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയർ എന്താകണമെന്നില്ല, നിയമപരമായി ശരിയാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഉടലെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ ഞങ്ങൾ നൽകുന്ന ഉറപ്പ് എന്താണ്? ഞങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ എവിടെ നിന്നാണ് റെഫർ ചെയ്തത് അല്ലെങ്കിൽ ഇന്ന സാറ് പറഞ്ഞു എന്നല്ല നമ്മൾ പറയേണ്ടത്. ഇന്ന മാനുവലിൽ ഇന്ന പേജിലത്തെ അല്ലെങ്കിൽ ഇന്ന ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം നിലവിലെ സാഹചര്യം ഇതാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു തരികയാണ്. ദെൻ
നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ലിങ്കുകൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കാത്തിരിക്കുന്നതും ഇതുവരെ നമ്മളെന്താണ് പറയുക, കുറച്ച് ബോറിംഗ് ആയിട്ടാണ് ക്ലാസ് പോയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമുക്കിത് രക്ഷയില്ല. നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഗ്രോസറി ഓഫ് ടേംസ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യവും അത് ആ ടേം വരുമ്പോൾ ഇതെന്താണ് എന്നൊരു സംശയം നിങ്ങൾക്ക് വരുന്നതുകൊണ്ടാണ് നമ്മളതൊന്ന് വിശദീകരിച്ചത്. ദെൻ നമ്മൾ ഈ ടെൻഡർ സൈറ്റിലേക്ക് പോവുകയാണ്. ഇന്നത്തെ സിലബസിൽ നമുക്ക് ഉൾപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ഈ ടെൻഡർ സൈറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണുന്നുണ്ടോ? ഹലോ, ഇല്ല 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 സ്ക്രീൻ കാണുന്നില്ല കേട്ടോ. ഇല്ല അല്ല, ഓക്കെ ഞാനതൊന്ന് സോറി, ഒരു ചെറിയ അത് ഡിലേ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡോക്യുമെൻറ്റ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്ത ഡോക്യുമെൻറ്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ശരിയല്ലേ? ഇപ്പോൾ ഈ ടെൻഡേഴ്സ് സൈറ്റിൻ്റെ അഡ്രസ്സ് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്രീനാണിത്. ഇതിനെല്ലായിടത്തെയും പോലെ ഇവിടെ ഒരു സെർച്ച് ഉണ്ട്, ആക്റ്റീവ് ടെൻഡേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ടെൻഡേഴ്സ് ബൈ ക്ലോസിംഗ് ഡേറ്റ് ഉണ്ട്, കൊറിഗൻഡം, റിസൾട്ട് ഓഫ് ടെൻഡേഴ്സ്, ദെൻ ഹോം, കോൺടാക്ട്, സൈറ്റ് മാപ്പ്. ഇത്രയാണ് ഇതിൻ്റെ റിബൺ മെനുവിൽ ഉള്ള ഐറ്റംസ്. നമുക്ക് നോക്കാം. ദെൻ ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ നമ്മൾ എന്താണ് പറയുക, ഇവിടെ ഒരു സ്ക്രോൾ ഉണ്ട് കേട്ടോ. ആക്ച്വലി അതിന് തോന്നുമ്പോഴേ അത് വരുള്ളൂ എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ എന്താണ് പറയുന്നത്, ഇവിടെ ഈ റെഡ് കളർ കാണുന്നിടത്ത് കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അത് വരട്ടെ, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല, അതിന് നമ്മൾ അടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോഗിൻ ബട്ടണും ഓൺലൈൻ ബിഡർ എൻറോൾമെൻറ്റും ജനറേറ്റ് ഫോർ ഗോഡ് പാസ്വേഡും ഫൈൻഡ് മൈ നോഡൽ ഓഫീസർ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എന്തുണ്ട്, കുറച്ച് മെനു സിസ്റ്റംസ് ഉണ്ട്. അതിൽ MIS റിപ്പോർട്ട് ഉണ്ട്, ടെൻഡർ ബൈ ലൊക്കേഷൻ ഉണ്ട്, ടെൻഡർ ബൈ ഓർഗനൈസേഷൻ ഉണ്ട്, ടെൻഡർ ബൈ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ പലതരത്തിൽ ടെൻഡറുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കുറച്ച് ഡൗൺലോഡ്സ്, ഡീബാർമെൻറ്റ് ലിസ്റ്റ്, അനൗൺസ്മെൻറ്റ്, റെക്കഗ്നീഷൻ, സൈറ്റ് കമ്പാറ്റബിലിറ്റി, പിന്നെ ഒരു ഡാഷ്ബോർഡ് അല്ലേ, അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് പറയുക, നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ടെൻഡർ നോർമലി കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് അറിയാം മിക്കവാറും അല്ലേ, ഇവിടെ ഒരു സെർച്ച് ഉണ്ട്. ഈ സെർച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഗവൺമെൻറ് സൈറ്റിൻ്റെയും മുഖമുദ്ര തന്നെ എന്താണ് പറയുന്നത്. ഇപ്പം നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, സെർച്ച് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇവിടെ ആയിരിക്കും റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെയൊന്നും വരില്ല, താഴെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്ക്രോള് പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അത് ഞാൻ അതിലേക്ക് പിന്നെ പോവാം. ടെൻഡർ ടൈപ്പ് എന്തൊക്കെയാണ് നമുക്കിവിടെ ഉള്ള ടെൻഡർ ടൈപ്പ്? ഓപ്പൺ ടെൻഡറും ലിമിറ്റഡ് ടെൻഡറും. എന്താണ് ഈ ഓപ്പൺ ടെൻഡറും ലിമിറ്റഡ് ടെൻഡറും തമ്മിലുള്ള വ്യത്യാസം? രണ്ട് തരത്തിലുള്ള ടൈപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു പോവാണ്. ഓപ്പൺ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ ആണ് എന്ന് പറഞ്ഞാൽ നിശ്ചിത ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കും പങ്കെടുക്കാം, യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനുമില്ല. ആ ടെൻഡറിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു ഇൻഡിവിജ്വലിനോ ഒരു കോർപ്പറേറ്റ് കമ്പനിക്കോ ഒരു എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾക്കോ MSMEക്കോ ആർക്കും യാതൊരു ഭേദമില്ലാതെ ആ പറയുന്ന മാനദണ്ഡങ്ങൾ, ടെൻഡർ ഡോക്യുമെൻറ്റിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ടെൻഡറിനെയാണ് നമ്മൾ ഓപ്പൺ ടെൻഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്തെന്താണ് ലിമിറ്റഡ് ടെൻഡർ. ലിമിറ്റഡ് ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഡർ കുറച്ച് ആളുകൾക്കായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു പക്ഷപാതിത്വമല്ലേ ലിമിറ്റഡ് ടെൻഡർ? ഒരിക്കലും അല്ല. അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്കെന്താണ് സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ വേണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സർവേ നടത്തണം.
എന്ത് നമ്മളൊരു നഗരത്തിനെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താണ് ഒരു ടോപ്പോഗ്രാഫിക്കൽ സർവേയും GIS മാപ്പിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തണം. ഇത് ഒരിക്കലും ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല. അതൊരു ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ആളുകളെ അവരുടെ ക്വാളിഫിക്കേഷനും മാനദണ്ഡങ്ങളും ഒക്കെ ഗവൺമെൻറ് നിശ്ചയിച്ച നോംസ് അനുസരിച്ച് എംപാനൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഗവൺമെൻറ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, റെഡിയാക്കി നിർത്തിയിട്ടുണ്ടാവും. അവർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്നതും അവർക്ക് മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ ടെൻഡറിനെയാണ് ലിമിറ്റഡ് ടെൻഡർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളിവിടെ ഓപ്പൺ ടെൻഡർ തന്നെ ഞാൻ സെലക്ട് ചെയ്യാണ്. ദെൻ ഇവിടെ നമുക്ക് എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പറയുക, ഇഷ്ടം പോലെ ഓർഗനൈസേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യണം. അതിന് എന്താണ്, ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇതിലുള്ള എല്ലാ ലിസ്റ്റ് മെനുവിൻ്റെയും ലിസ്റ്റിംഗ് എന്ന് നമ്മൾ ഇത് ചെയ്യുക. ഇതിൽ നിർഭാഗ്യവശാൽ നമുക്ക് എന്താണ് ഒരു ആദ്യത്തെ 4 അക്ഷരം അടിച്ചൊന്നും സെർച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയി തന്നെ കണ്ടുപിടിക്കണം ഓർഗനൈസേഷൻ. അപ്പോൾ എത്ര ഓർഗനൈസേഷൻസ് ഉണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കുന്ന എത്ര ഓർഗനൈസേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അവസരങ്ങളുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 183 ഡിപ്പാർട്ട്മെൻറ്റുകളും ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എന്താ പറയുക നമ്മളുടെ അവസരങ്ങൾ, ഞാനൊന്ന് വെറുതെ ഇതിലേക്ക് ഒന്ന് പോവാണ്. ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷനിലാണ് ഞാൻ പോയിരിക്കുന്നത്. എന്താണ് പറയുന്നത്, ഇവിടെ നമ്മൾക്ക് കഴിഞ്ഞ വർഷത്തെ 2020-21 മുതൽ 2025-26 വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മളതിനെ 24-25 വർഷത്തിലേക്ക് ആക്കുകയാണ്. ഇവിടെ എത്ര ഓർഗനൈസേഷൻസ് ഉണ്ട് കേരളത്തിൽ? 5183 ഓർഗനൈസേഷൻസും. കേരളത്തിൽ ആരെയാണ് പറയുന്നത് കേട്ടോ, സ്റ്റേറ്റ് കേരളയാണ് ഇവിടെ. അപ്പോൾ 5183 ഓർഗനൈസേഷൻസും 41,175 ബിഡേഴ്സും 10,208 ഡിപ്പാർട്ട്മെൻറ്റ് യൂസേഴ്സും, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഫീസുകളും നമ്മുടെ ബിഡിംഗ് പ്രോസസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. എത്ര കോടിയുടെ, അതായത് ഇത് 4,65,995 രൂപ അല്ല, 4,65,995 കോടിയുടെ പ്രവൃത്തികൾ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കേരളത്തിൽ ടെൻഡർ ചെയ്തിട്ടുണ്ട്. 11,63,003 ടെൻഡറുകൾ, അതായത് 2011 മുതൽ എന്താണ് ടിൽ ഡേറ്റ് ആണ് പറഞ്ഞത്. ഇവിടെയാണ് നമ്മളുടെ എന്ത് പറയുന്നത് 1,74,522 അവസരങ്ങൾ ഓൾ ഓവർ കേരള കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ടെൻഡറിന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതിൻ്റെ ബ്രേക്ക് ഡൗൺ, നമ്പർ ഓഫ് ബിഡ്സ് കിട്ടിയത് 2,20,895 ബിഡുകൾ പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ടോട്ടൽ മൊത്തത്തിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡാഷ്ബോർഡ് സംവിധാനം ഇവിടെയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത്രയധികം ഓർഗനൈസേഷൻസ് ടെൻഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഫേവറേറ്റ് ഓർഗനൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് നമ്മുടെ ചോദ്യം. നമ്മളിപ്പോൾ ലോക്കൽ സെൽ ഗവൺമെൻറ് ആണെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ലോക്കൽ സെൽ ഗവൺമെൻറ് അല്ലെങ്കിൽ PWD, ഓക്കെ PWD എടുത്തു. PWD എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷൻ PWD എടുത്തു. ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെയും എന്താ പറയുക, നമ്മൾ ആ ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് PWD ബിൽഡിങ്സ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് വർക്ക് ആണെങ്കിൽ ചീഫ് എഞ്ചിനീയർ ബിൽഡിംഗ് സെലക്ട് ചെയ്ത് പിന്നെ നമ്മൾ ഈ ടെക്നിക്കൽ ജാർഗൻസ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളിപ്പോൾ തൃശ്ശൂരാണെങ്കിൽ അത് സെൻട്രൽ സർക്കിളാണെന്ന് അറിയുന്നു. അതിനുശേഷം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കീഴിൽ 2 സബ് ഡിവിഷൻ ഉണ്ട്. ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് കൊടുക്കും സാധാരണയിലേക്ക് അല്ലേ. അപ്പോൾ ഒരു മെസ്സേജ് വരുന്നുണ്ട്, എന്താണ്, ക്യാപ്ച എൻ്റർ ചെയ്യുക. ഇവിടെ എല്ലാത്തിനും നമ്മളിപ്പോൾ ഗവൺമെൻറ് വർക്കുകൾ ചെയ്യുന്നതായാലും നമുക്കറിയാം, മിക്കവാറും ഗവൺമെൻറ്റിൻ്റെ ഒരു രീതിയാണ് അല്ലേ, ക്യാപ്ച വെച്ച് നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, PWDയിലെ ആ ഓഫീസിൽ നിലവിലുള്ള എല്ലാ ടെൻഡറുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മളുടെ ടെൻഡർ കണ്ടെത്തുക, അല്ലെങ്കിൽ ടെൻഡറെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെൻഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫോം ഓഫ് കോൺട്രാക്റ്റ് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഏത് തരത്തിലുള്ള BOK ആണ് ഡീൽ ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ ഫോം ഓഫ് കോൺട്രാക്റ്റ് നോക്കണം, അത് ഇവിടെയാണുള്ളത് അല്ലേ. ഇനി അത് ഏത് ടൈപ്പ് വർക്കാണ് എന്നുള്ളതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ വിവരങ്ങളുടെ ആധിക്യമാണ് കാണുന്നത് നമ്മളിവിടെ. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ക്രിട്ടിക്കലായതും ക്രിട്ടിക്കലല്ലാത്തതുമായ ഇൻഫർമേഷൻസ് ഒരേ തരത്തിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് കവർ ഇൻഫർമേഷൻ, നമ്മുടെ ക്രിട്ടിക്കലായിട്ടുള്ള അടുത്ത ഇൻഫർമേഷനാണ്. നമ്മൾ എന്തൊക്കെയാണ് ഈ ടെൻഡർ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷനാണിത്. ലൈസൻസ്, അപ്പോൾ അതായത് ഇതൊരു സിവിൽ വർക്കാണ്. അപ്പോൾ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കരാറുകാരൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ കോൺട്രാക്ട് ലൈസൻസ് എന്ന് പറയുന്ന രേഖയാണ്. പിന്നെ ഫോം ഓഫ് ടെൻഡർ എന്നുള്ള രേഖ റെഡിയാക്കണം, അഫിഡവിറ്റ് റെഡിയാക്കണം, പ്രിലിമിനറി അഗ്രിമെൻറ്റ് റെഡിയാക്കണം, ഇ പേയ്മെൻറ്റ് റെഡിയാക്കണം, ഇൻറ്റഗ്രിറ്റി പാക്ട് റെഡിയാക്കണം, കരാറുകാരൻ്റെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം, SBD നമ്മൾ നേരത്തെ പരാമർശിച്ച രേഖയിലുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ റെലവൻസ് മനസ്സിലായില്ല. SBD സ്റ്റാൻഡേർഡ് ബിഡ് ഡോക്യുമെൻറ്റ്, BOQ എന്നിവ നമ്മൾ തയ്യാറാക്കേണ്ടത് ആണ്. അപ്പോൾ നമ്മൾ അത് അതുകൊണ്ടാണ് ഞാൻ ആ ഗ്ലോസറി ഓഫ് ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രയും രേഖകളാണ് നമ്മൾ ഈ കവർ, അതായത് അദ്ദേഹത്തിന് ടെൻഡർ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി കൊടുക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ അടുത്ത ഇൻഫർമേഷൻ എന്താണ്? അദ്ദേഹം എത്ര ഫീസ്, ടോട്ടലായിട്ട് എത്ര ഫീസാണ് അടയ്ക്കേണ്ടത്? 560 രൂപ ടെൻഡർ ഫീസും നോൺ റീഫണ്ടബിൾ ആൻഡ് EMD എമൗണ്ട് 6339 ആണ്. അപ്പോൾ അത് രണ്ടും, ആ ഇൻഫർമേഷനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ അതിൽ പിന്നെ ആ വർക്കിൻ്റെ പേര്, എസ്റ്റിമേറ്റ്, അതിൻ്റെ വർക്കിൻ്റെ ടെൻഡർ വാല്യൂ. ഇത് കരാറിയൊരു സാധാരണ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര രൂപ വരെയാണ് വർക്ക് അത്. അപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് 2,53,541 എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ 3 പേജ് വന്നതിന് ശേഷമാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും പണിയെടുക്കണം നമ്മൾ. ദെൻ ഇത് എവിടെയാണ്? അതിൻ്റെ ലൊക്കേഷൻ മുളങ്ങുംതാവിലാണ്. ഇത് ഏത് സമയം വരെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഏത് സമയം വരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ നിന്ന് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ കുറേ ഡേറ്റുകൾ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഭാഗ്യത്തിന് ഏറ്റവും അവസാനത്തെ എൻട്രി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കാം. ബിഡ് സബ്മിഷൻ എൻഡ് ഡേറ്റ് അതെത്രയാണ്? 9 ഏപ്രിൽ 2025 11 മണി വരെയാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഇനി അടുത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇവിടെ എല്ലാ ടെൻഡറിൻ്റെ കൂടെയും ഒരു NIT ഡോക്യുമെൻ്റ് ഉണ്ടാവും. അതിന് നമ്മൾ ഓമന പേര് വിളിച്ചത് എന്താണ്? ടെൻഡർ നോട്ടീസ്. NIT എന്ന് പറഞ്ഞാൽ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മളൊരു ക്യാപ്ച അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അടുത്ത ക്യാപ്ച V52. ഇതൊന്നും നമ്മൾ ലോഗിൻ ഇല്ലാതെ തന്നെ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ ടെൻഡർ സൈറ്റ്. നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു മാജിക്കൽ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സെഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മാജിക്കൽ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും നിങ്ങളൊരു ആക്ടിവിറ്റി തുടങ്ങി അല്ലേ, ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെൻഡർ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണ്ടേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെന്താണ്, ടെൻഡർ ചെയ്യാനുള്ള ഒരു പ്രക്രിയ എന്താണോ അതിനെ കുറച്ച് ഈസിയാക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ടെൻഡർ അറിയാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ആ ടെൻഡറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെഷനിൽ നമ്മൾ അത്രയും തന്നെയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ടെൻഡർ നോട്ടീസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ എന്താണ് പറയുക, ഒരു ക്യാപ്ചൊക്കെ അടിച്ചു, നമ്മൾ ടെൻഡർ നോട്ടീസ് ഡൗൺലോഡ് ചെയ്തു. ഇതിലെല്ലാത്തിലും ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. എന്തിൻ്റെയാണ്? ടെൻഡർ നോട്ടീസ് മിക്കവാറും എന്താണ്, ഒതൻറ്റിക് ആയിട്ടുള്ള ടെൻഡർ നോട്ടീസ് ആണെന്നറിയാൻ ഇവിടെ കണ്ട പ്രൈസ് എന്ന് പറയുന്ന ഗവൺമെൻറ് സോഫ്റ്റ്വെയറിലാണ് തയ്യാറാക്കിയെന്നുള്ള രീതിയിൽ അതിൻ്റെ ബാക്കിൽ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും. കണ്ട ഇവിടെ കുറച്ചുകൂടി വിസിബിളാണ്. ഇതിൽ അതിൻ്റെ എന്താണ് 3 പേജുള്ളൊരു ഡോക്യുമെൻ്റാണ്. അത് ആരാണ് അപ്ലോഡ് ചെയ്തത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്ലോഡ് ചെയ്ത ആളുടെ പേര്, വിവരങ്ങൾ, അയാളുടെ ഡെസിഗ്നേഷൻ, ബാക്കിയുള്ള കാര്യങ്ങളും ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. വർക്കിൻ്റെ പേര്, അതെവിടെയാണ് ചെയ്യേണ്ടത്, എസ്റ്റിമേറ്റ് കോസ്റ്റ്, ടെൻഡർ നോട്ടീസ് അല്ലേ, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതും അതിന് നമ്മൾ ആധാരമാക്കിയിട്ടുള്ള DSR എന്താണ് 2018 അതിൽ കോസ്റ്റ് ഇൻഡെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 35.59%. ഡൽഹി കോസ്റ്റ് ഇൻഡെക്സിൻ്റെ കൂടെ 35.50% കോസ്റ്റ് ഇൻഡെക്സും 18% GSTയും കൂട്ടിയിട്ടാണ് ഈ ടെൻഡർ ഉണ്ടാക്കിയിരിക്കുന്നത്. മുതലായി ഈ ടെൻഡറിനെ കുറിച്ച് അറിയേണ്ട വിവരങ്ങളെല്ലാം തന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല ചെയ്യുന്നവരായാലും, എങ്കിലും നമ്മളിതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ടെൻഡർ നോട്ടീസ് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പറയാണ്. ഞാൻ നേരത്തെ ഷെയറിങ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, സോറി. അപ്പോൾ ഇതാണ് നമ്മളുടെ ടെൻഡർ നോട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻഡർ നോട്ടീസ് ഡൗൺലോഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം, അതിൻ്റെ മറ്റ് ഡോക്യുമെൻറ്റുകൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ആസ് സിപ്പ് ഫയൽ ക്ലിക്ക് ചെയ്തു.
അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ, ടെൻഡർ നോട്ടീസ് മുതലായ നിങ്ങളിൽ ഉണ്ടാവും, എന്നാലും പറയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു PDF റീഡർ നമ്മളുടെ കമ്പ്യൂട്ടറിൽ വേണം. അടുത്ത എന്താണ്, ഒരു സിപ്പ് ഫയലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. സിപ്പ് ഫയൽ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എന്തുണ്ടാവണം, സിപ്പ് എക്സ്ട്രാക്ടർ ഉണ്ടാകണം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് അധികം പരാമർശിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ അടുത്ത ഈ ഡോക്യുമെൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ SBD എന്ന ഡോക്യുമെൻ്റ് എന്ത് ചെയ്യാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അത് ഒരു 110 പേജുള്ള ഡോക്യുമെൻ്റാണ്. അതേപോലെ തന്നെ എക്സൽ ഫയലും നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഇതിപ്പോൾ നമുക്ക് കുറച്ച് പരിമിതികളുണ്ടല്ലോ, അത്തരം സംഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ മിററിലേക്ക് പോകും. അതുകൊണ്ട് നമ്മളെന്താണ്, നമ്മൾ ഈ സെഷനിൽ ഡൗൺലോഡ് വരെ എത്തി അല്ലേ. ഇനി നമ്മൾ ടെൻഡർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെ കൂടെ ഒന്ന് പരാമർശിക്കുകയാണ്. അതെവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ടെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻ്റ് ഇവിടെയുണ്ട്. അതായത് നമ്മൾക്ക് ഇത് എല്ലാ ജാവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അധിഷ്ഠിതമായി വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. അപ്പോൾ ജാവയിൽ അധിഷ്ഠിതമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ജാവ സപ്പോർട്ട് ചെയ്യുന്ന ബ്രൗസറും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമുക്കറിയാം. നിങ്ങൾ കൂടുതലും മോസിലയുടെ അപ്ഡേറ്റഡ് വെർഷൻ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ മോസിലയുടെ പഴയ വെർഷനാണ് നമുക്ക് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പല ആപ്ലിക്കേഷൻസും വർക്ക് ചെയ്യാത്ത കാരണം നമ്മൾക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ ഉപയോഗിച്ച് ടെൻഡർ ചെയ്യാനുള്ള വഴികളുണ്ട്. അതേപോലെ ജാവ, ഈ 2 സംഭവങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അതായത് ഈ പ്രൊക്യൂർമെൻറ്റ് സൈറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള 6ാമത്തെ ഓപ്ഷനായ ജാവയും അതേപോലെ തന്നെ ഫയർഫോക്സ് ESRൻ്റെ 52 ESR ബ്രൗസറും നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തിയിരിക്കണം. ഇതെല്ലാം ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി ഡൗൺലോഡ്സിലെല്ലാം ഉള്ളത് നമ്മളുടെ എന്താണ് പറയുക, ഓഫീസേഴ്സിനും ബാക്കിയുള്ളതും ഉപയോഗമുള്ള ഡൗൺലോഡ്സാണ്. ഇതുകൂടാതെ ഇവിടെ എന്താണ്, ഒരു ഓഫീസ് സ്യൂട്ട്, ഫ്രീ ആയിട്ടുള്ള ഓഫീസ് സ്യൂട്ട്, PDF ക്രിയേറ്റർ, അത്യാവശ്യം PDF എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ടൂളുകൾ മുതലായവയും ഇവിടെ ഡൗൺലോഡ്സിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ഈ ബട്ടണാണ്. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ലോഗിൻ ID ചോദിക്കും. അത് നമ്മളുടെ എന്താണ് പറയുക, ഒരു കോൺട്രാക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ബിഡറുടെയോ ഒരു ഇമെയിൽ ID ആയിരിക്കും. അതുകൂടാതെ അദ്ദേഹത്തിന് ഒരു പാസ്വേഡ് ഉണ്ടാവും. പിന്നെ നമ്മൾ ക്യാപ്ച അടിക്കണം. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം കൂടി വേണം. അതെന്താണ്, നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചറാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ ഇല്ലാതെ ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. ഡിജിറ്റൽ സിഗ്നേച്ചറും ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ഡ്രൈവറും നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യിക്കണം. ഇവിടെ കണ്ട ഇൻസ്ട്രക്ഷൻസ് ടു ബിഡേഴ്സ് ഫോർ ടെൻഡർ കം ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ക്രോളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. കണ്ട ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവുകളാണ്. നമ്മൾ ഇപ്പോഴും പലരും എന്താ പറയുക, അത് അറിയാതെ ഇപ്പം MSMEക്ക് ടെൻഡർ ആനുകൂല്യം ഉണ്ടോ മുതലായ കാര്യങ്ങൾക്കുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ അനൗൺസ്മെൻറ്റുകളുടെ ഭാഗം നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഇടയ്ക്കെങ്കിലും ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്ന് നമ്മൾ പറയുന്നു. ഇനി സൈറ്റ് കമ്പാറ്റബിലിറ്റി എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ സൈറ്റ് ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഗൂഗിൾ ക്രോം എന്താണ്, ഇതിൽ ജാവ എനേബിൾഡ് ആണോ, നോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഗൂഗിൾ ക്രോമിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ബ്രൗസർ ഇസ് നോട്ട് ജാവ എനേബിൾഡ്, പ്ലീസ് എനേബിൾ ജാവ. ജാവേനെ നമ്മളുടെ ഗൂഗിൾ ക്രോമിൻ്റെയും എഡ്ജിൻ്റെയും അഡ്വാൻസ്ഡ് വെർഷൻസ് സപ്പോർട്ട് ചെയ്യാത്ത കാരണം നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്തിട്ടാണ് സാധാരണ നിലയ്ക്കിപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ.
ഞാനൊരു ജസ്റ്റ് എന്താണ് പറയുക, ഒരു ഇൻട്രാക്റ്റീവ് നമ്മളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രാക്ഷന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മളൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ആപ്പ് ചെയ്യുന്ന പ്രവൃത്തികൾ നിയമപരമായി എന്തെങ്കിലും തടസ്സമുണ്ടോ, അല്ലെങ്കിൽ അത് ലീഗലാണോ, നമ്മൾ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണോ ഈ സേവനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ട കാര്യമാണ്. ഇതിൻ്റെ നിയമവശം എന്താണ്? ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത് എന്താണ്, കോൺട്രാക്ടേഴ്സിന് ടെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടെൻഡർ പോർട്ടൽ വഴി കോൺട്രാക്ടേഴ്സിന് കൂടുതൽ മത്സരാധിഷ്ഠിതമായും രഹസ്യാത്മകമായും ട്രാൻസ്പെറൻ്റായും ബിഡ്ഡിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സേവനം നൽകുമ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് അനുശാസിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അയാളുടെ രഹസ്യാത്മകതയും ബാക്കിയുള്ള അത്തരം കാര്യങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് നമ്മളിത് ചെയ്തു കൊടുക്കുന്നതിന് തടസ്സമില്ല. ഇനി നമ്മൾ കോൺക്യൂ ചെയ്യുന്നത് എന്താണ്? കോൺക്യൂ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു, ഒരു ഗവൺമെൻറ് സൈറ്റിൻ്റെ എന്താ പറയുക, ഒരു വർക്ക് എടുക്കാനോ ബാക്കിയുള്ളതായിട്ടുള്ള വിഷമതകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ സമയം പോകുന്നതും അതേപോലെ ടെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെയധികം സമയമെടുത്ത് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് അതെല്ലാം തയ്യാറാക്കി നമ്മൾ പ്രിൻ്റർ, സ്കാനർ അല്ലെങ്കിൽ PDF എഡിറ്ററൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കി ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം സമയമെടുത്ത് വളരെ കുറച്ച് ആളുകളെ സേവനം നൽകാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അതെല്ലാം ഒന്ന് ക്യുക്കനാക്കുക മാത്രമാണ് കോൺക്യൂ ചെയ്യുന്നത്. കോൺക്യൂവിൽ എന്താണ്, കേരളത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ടെൻഡറുകളും കോൺക്യൂവിലുണ്ട്. കേരളത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ ടെൻഡറുകളും കോൺക്യൂവിലുണ്ട്. ആ കോൺക്യൂവിലുള്ള ടെൻഡറുകൾ നിയമപരമായിട്ടാണോ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞങ്ങളൊരു സ്റ്റാർട്ടപ്പാണ്, സർട്ടിഫൈഡ് സ്റ്റാർട്ടപ്പാണ്. ഞങ്ങൾക്കും നിയമം അനുസരിച്ച്, നിയമത്തിൻ്റെ ലൂപ്പ് ഹോളുകൾ എന്ന് പോലും പറയുന്നില്ല, നിയമം അതേപടി അനുസരിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ പേജ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കാണുന്നുണ്ട്. ഇവിടെ ഈ പേജിൽ വളരെ കൃത്യമായി കോപ്പിറൈറ്റ് പോളിസി, ഈ സൈറ്റിൻ്റെ കോപ്പിറൈറ്റ് പോളിസി പറഞ്ഞിട്ടുണ്ട്. കണ്ടൻസ് പബ്ലിഷ് ഇൻ ദിസ് പോർട്ടൽ ആർ പ്രൈമർലി ഓൺ ബൈ റെസ്പെക്റ്റീവ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. മെറ്റീരിയൽ ഫീച്ചേർഡ് ഓൺ ദിസ് പോർട്ടൽ മേ ബി റീപ്രൊഡ്യൂസ്ഡ് ഫ്രീ ഓഫ് ചാർജ്. ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ വിവരങ്ങൾക്ക് നമ്മൾ ആരിൽ നിന്നും ചാർജ് ഈടാക്കുന്നില്ല. കോൺക്യൂ എന്ന് പറയുന്ന നമ്മളുടെ സോഫ്റ്റ്വെയറിൽ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്താൽ, നമ്മളുടെ കുറച്ച് എന്താ പറയുക സംരംഭകരും ലോഗിനൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് സംരംഭകരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തേണ്ടിയിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫ്രീ ഓഫ് ചാർജ് ആയിട്ടാണ് നൽകുന്നത്. ഒരു ലോഗിൻ വേണം എന്നുള്ളത് എന്താണ് പറയുക, നമ്മളൊരു റെസ്ട്രിക്ഷൻ വെക്കുന്നതാണ്. ആ ലോഗിൻ നമ്മൾ ചാർജ് ഒന്നും ഈടാക്കുന്നില്ല. ആഫ്റ്റർ ടേക്കിംഗ് പ്രോപ്പർ പെർമിഷൻ ഫ്രം ദ റെസ്പെക്റ്റീവ് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഹവർ ദ മെറ്റീരിയൽ ഹാസ് ടു ബി റീപ്രൊഡ്യൂസ്ഡ് ആക്യുറേറ്റ്ലി. ഇതും നമ്മൾ അക്ഷരം പാലിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയുന്ന ടെൻഡർ ഇൻവൈറ്റിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ടെൻഡർ നൽകുന്നയാൾ ഒരു അക്ഷരത്തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മൾ തിരുത്തില്ല. അയാൾ അടിച്ചിരിക്കുന്ന സ്ഥലം എന്താണ് പറയുക, ആ സ്ഥലത്തിൽ അക്ഷരത്തെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലും നമ്മൾ തിരുത്തുന്നില്ല. വർക്കിൻ്റെ പേരിലോ ബാക്കിയുള്ളതിലോ അവർ ചെയ്തത് എന്താണോ അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കേസുകളിൽ നമുക്ക് ചില വിഷമതകൾ നേരിടാറുണ്ട്. ആൻഡ് നോട്ട് ടു ബി യൂസ്ഡ് ഇൻ എ ഡിറഗേറ്ററി മാനർ ഓർ മിസ്ലീഡിംഗ് കോണ്ടെക്സ്റ്റ് ആൻഡ് ആസ് പെർ ദ ഗൈഡ് ലൈൻസ് പ്രൊവൈഡഡ് ബൈ ദ റെസ്പെക്റ്റീവ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്നറിയാം, നമ്മളിവിടെ ചെയ്യുന്നത് കോൺക്യൂ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം നമ്മൾ ചെയ്യുന്നത് എന്താണ്, കോൺക്യൂവിൻ്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കോൺക്യൂവിൻ്റെ ഭാവി ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഒന്ന്, ടെൻഡർ ചെയ്യുന്ന ബിഡേഴ്സ്, അതാണ് നമ്മളുടെ ഏറ്റവും പ്രാഥമികമായ ഗുണഭോക്താക്കൾ. രണ്ട്, ടെൻഡർ ചെയ്തു കൊടുക്കുന്ന ടെൻഡർ പ്രൊവൈഡേഴ്സ്. ഇപ്പോൾ നമ്മളവരെ എന്താ പറയുക, ടെൻഡറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നവർ, അവർ നമ്മുടെ ഗുണഭോക്താക്കളാണ്. അടുത്തതാരാണ്?
ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ടെൻഡർ പഠിക്കുകയും ടെൻഡർ ഒരു ബിസിനസ്സായി ചെയ്തുകൊണ്ട് ടെൻഡർ എന്ന് പറയുന്ന ആ ടെൻഡറിന് അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ്സിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുകയും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് നമ്മുടെ ഗുണഭോക്താക്കൾ. ഇവർക്കെല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കോൺക്യൂലുണ്ട്. പക്ഷേ അവർക്കെല്ലാം വേണ്ട വിവരങ്ങൾ, റൈറ്റ് ഇൻഫർമേഷൻ, ശരിയായ വിവരങ്ങൾ. റൈറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണോ ഈ ടെൻഡർ സൈറ്റിലുള്ളത് ആ ഇൻഫർമേഷൻ, റൈറ്റ് ഇൻഫർമേഷൻ ടു ദ റൈറ്റ് പേഴ്സൺ ഇൻ എ മോർ കൺവീനിയൻറ്റ് ഫോർമാറ്റ്. മൊബൈലിൽ നമുക്കൊരു ടെൻഡർ എടുത്ത് നോക്കാമെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, ഈ സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങൾ മൊബൈലിൽ കിട്ടും. അതേസമയം കോൺക്യൂ നമുക്കെന്താണ്, ഏത് ഡിവൈസിലും അക്രോസ് ഡിവൈസ് കമ്പാറ്റബിലിറ്റി ഉള്ള പ്രോഗ്രസീവ് വെബ് ആപ്പ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്യൂ നിങ്ങളുടെ ഏത് ഡിവൈസിലും ഏത് സമയത്തും എത്ര ലോഗിനിൽ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിവൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കണ്ടീഷൻസ് അനുസരിച്ച് കൊണ്ട് നമ്മളിത് ചെയ്യുമ്പോൾ എന്താണ്, അത് ഒരിക്കലും കോപ്പിറൈറ്റ് ലംഘനമോ അതിൻ്റെ രഹസ്യാത്മകത ഉള്ള വിവരങ്ങൾ പരസ്യമാക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങളെ നമ്മൾ എന്താണ് പറയുക മനസ്സിലാക്കുകയാണ്. കാരണം അത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പല രീതിയിലുള്ള എതിർപ്പുകൾ വരുമ്പോൾ പറയും ഇതൊക്കെ ഇല്ലീഗലാണ്, നിയമപരമല്ല. അപ്പോൾ നിയമത്തിൻ്റെ പരിധികൾ എന്താണെന്നും ഈ ഒരു പ്രൊജക്റ്റ് കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മളിപ്പോൾ കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മളെന്താണ് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാവുന്ന ഒരു മാതൃകയായി കോൺക്യൂ മാറണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മൾ നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനത്തിനും അവരുടെ ബിസിനസ് ശാശ്വതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മളുടെ നോട്ടീസിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും പറയുന്ന പോലെ എന്താണ്, നമ്മൾ കൃത്യമായി പറയുകയാണ്, നമ്മൾ ഉത്തരവാദിത്തോടുകൂടി ഗ്രോ ടുഗദർ റെസ്പോൺസിബിളി എന്നുള്ളതാണ് നമ്മളുടെ എന്താ പറയുക പാർട്ട്ണർഷിപ്പിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് അങ്ങനെ അത്ര എന്താ പറയുക ഒരു വെൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനോ അല്ലെങ്കിൽ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സെഷനോ ആയിരിക്കില്ല പലർക്കും എന്ന് നമുക്കറിയാം. കാരണം പലർക്കും പല ടേംസും ബാക്കിയുള്ള കാര്യങ്ങളും പുതിയതാണ്. പിന്നെ ഞാനൊരു മൊണോട്ടോണസ് ടോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ സുധീർ സാറ് മോഡറേറ്റ് ചെയ്തിട്ട് ഒന്ന് രേഖപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇന്ന് കുറച്ച് വൈകിയാണ് തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് അവസാനിപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുകയാണ്. നാളെ നമുക്ക് പൂർവാധികം ഭംഗിയായി ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ കൃത്യമായി കാര്യങ്ങൾ നാളത്തെ സെഷനിലുള്ള ഡീറ്റെയിൽസും ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഇതുവരെയുള്ള റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്കായി ഗ്രൂപ്പിൽ നമ്മൾ